ഇനി വാങ്ങിനെയാണ് കാണിക്കുന്നത്. വാങ്ങും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതായത് ഒരു സൈറ്റിലേക്ക് പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ആ ഒരു സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള കണ്ടന്റ്സ് മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് വാങ്ങും പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ശരിയാണ് തോന്നുന്നത്. അതായത് ഓരോ ആൾക്കാരുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് അതിന്റെ അൽഗോരിതം പ്രവർത്തിക്കുന്നത്. സോ ഇദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണോ കാണുവാനായിട്ട് ആഗ്രഹിക്കുക അതനുസരിച്ചായിരിക്കും അയാൾക്ക് കണ്ടന്റ് ഒക്കെ വരുന്നതും. അയാളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ജീവനും ആദ്യം നമ്മൾ ആ സൈഡിലൊക്കെ കയറുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക. പിന്നീട് കുറച്ചുകൂടി നാള് നമ്മൾ അതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് പറ്റിയ രീതിയിലുള്ള ഓരോരോ കണ്ടന്റ്സ് ഒക്കെ വരിക. അതുകൊണ്ട് തന്നെ ഇതത്രയ്ക്ക് കാര്യമാക്കേണ്ടതില്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ അങ്ങനെ അവൾ ഇടയ്ക്ക് കയറി സംസാരിച്ചത് വാങ്ങിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെ പോലെയുള്ളവർ ഇവിടെ ചിരിച്ചോണ്ട് മാത്രം നിന്നാൽ മതി, അല്ലാതെ അഭിപ്രായം പറയുവാനായിട്ട് നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് വാങ്ങി സംസാരിക്കുമ്പോഴത്തേക്കും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ജിഹോക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവളാകട്ടെ നമ്മുടെ കമ്പനിയുടെ തന്നെ വാഗ്ദാനമായിട്ടുള്ള ഒരു എംപ്ലോയി ആണ്. അതുകൊണ്ട് തന്നെ അവളുടെ അഭിപ്രായം കൂടി അറിയുവാനായിട്ടായിരുന്നു ഞാനും അവളെ കൂട്ടിക്കൊണ്ടൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ അഭിപ്രായത്തിന് ഇവിടെ വിലയുണ്ടെന്നായിരുന്നു അവൻ സംസാരിക്കുന്നത്. വാങ്ങിനും അപ്പോൾ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അടുത്തുണ്ടായിരുന്ന സ്റ്റാഫിന്റെ അടുത്താണ് അയാളും ദേഷ്യമൊക്കെ തീർക്കുന്നത്. ജീവനും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് ജിഹുക്കിന്റെ അടുത്ത് നന്ദിയൊക്കെ പറയുന്നു. ക്യാമ്പിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ ഗേൾസിനെ കിട്ടുമെന്നൊക്കെ മിൻഹ്വാന്റെ അടുത്ത് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് അവനും ക്യാമ്പിങ്ങിന് പോയത്. പക്ഷെ ആരെയും കിട്ടാത്തത് കൊണ്ട് തന്നെ അവനിപ്പോൾ ഫ്രണ്ടിനെ വഴക്ക് പറയുന്നു. ഈ ഫ്രണ്ടിനും ഒരു വൈഫൊക്കെ ഉള്ളതാണ്. ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്റെ വൈഫിനെ കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും ചെയ്യും. അല്ലാതെ നിന്റെ ഗേൾഫ്രണ്ടിനെ പോലെ അല്ല അവൾ. മാത്രല്ല നിന്റെ ഗേൾഫ്രണ്ട് നിന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണെന്നൊക്കെ അവന്റെ അടുത്തും പറയുകയാണ്. നിന്റെ ഗേൾഫ്രണ്ടിന്റെ ഇപ്പോഴത്തെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അവൾ ആരോ ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വിവാഹത്തിന് വേണ്ടി മാത്രമാണ് നിന്നെ മാറ്റി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു എന്നൊക്കെ ഫ്രണ്ട് മിൻഹ്വാന്റെ അടുത്തും പറയുന്നു. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മിൻഹ്വാന് കൂടുതൽ ദേഷ്യം തോന്നുന്നു. ജീവണും ജീഹുക്കും കൂടി ചേർന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ജീവണും കുറച്ച് കാര്യങ്ങളൊക്കെ ജീഹുക്കിന്റെ അടുത്ത് പറയുകയാണ്. അവളുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും തന്നെ പിന്നീട് അവളുടെ അടുത്ത് സഹതാപവും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അടുത്ത് മോശമായി പെരുമാറുന്നവരുടെ അടുത്ത് അതേപോലെ പെരുമാറുവാനാണ് അവളും ആഗ്രഹിക്കുന്നത്. നല്ല ആൾക്കാരുടെ അടുത്ത് മാത്രമേ അവൾ നന്നായി പെരുമാറുകയുള്ളൂ എന്നൊക്കെ അവനോടും പറയുന്നു. നല്ല ആളുകളെ തിരിച്ചറിയുവാൻ കൂടി നീ ഇനി പഠിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ചിഹുക്ക് പറയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ആരെയും തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം നീ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് ജീവണും ജിഹുക്കിന്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ എന്നെ കണ്ടാൽ എങ്ങനെയാണ് തോന്നിക്കുക എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും നീ വളരെ പാവമാണെന്നായിരുന്നു അവളുടെ മറുപടി. അത് കേൾക്കുന്ന അവനും അപ്പോൾ നിനക്ക് കുറച്ചൊക്കെ തിരിച്ചറിയുവാനുള്ള കഴിവും ഉണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അതോർത്ത് ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾക്ക് സുമിന്റെ കോൾസ് ഒക്കെ വരികയാണ്. അവളും കോൾ എടുക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഉൺഹോ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. അവളും അത് കണ്ട് ചിരിക്കുമ്പോഴത്തേക്കും ആരാണ് മെസ്സേജ് അയച്ചതെന്നൊക്കെ അവനും ചോദിക്കുന്നു. ഇവൻ എന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ റീയൂണിയനെ വെച്ചായിരുന്നു വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവൻ എന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് വീണ്ടും ഫീലിങ്സ് ഒക്കെ ഉണ്ടായോ എന്ന് ചിഹുക്കും ചോദിക്കുകയാണ്. പക്ഷെ അവളാകട്ടെ എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉള്ളത് കൊണ്ട് തന്നെ മറ്റാരോടും സ്നേഹം തോന്നുകയില്ല എന്നൊക്കെ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്ന മിൻഹ്വാനെ അവൾ കാണുന്നത്. അവനെ കണ്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് സീറ്റൊക്കെ വലിച്ചിട്ടിട്ട് അവളും ഒളിച്ചിരിക്കുന്നു. അവളും മിൻഹ്വാനെ കണ്ടിട്ടാണ് ഒളിച്ചിരിക്കുന്നതെന്ന കാര്യമൊക്കെ ജീഹുക്കിന് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും അവൻ പോയി കഴിയുമ്പോഴത്തേക്കും അവൾ നേരെ ഇരിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം വീണ്ടും സോമിനെയൊക്കെ കാണുമ്പോഴത്തേക്കും അവൾ ഒളിച്ചിരിക്കുന്നു. പിന്നീട് നേരെ ഇരിക്കുന്ന അവളും അവരെ കണ്ടിട്ടായിരുന്നില്ല ഒളിച്ചതെന്നൊക്കെ ഒരു കള്ളവും ജിഹുക്കിന്റെ അടുത്ത് പറയുന്നു. അങ്ങനെ മിൻഹ്വാൻ നടന്നു വരുമ്പോഴത്തേക്കും വഴിയിൽ കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൂമിനെയും കാണിക്കുകയാണ്. അവളെയും കൂട്ടിക്കൊണ്ട് നേരെ ജീവന്റെ വീട്ടിലേക്കും അവൻ പോകുന്നു. ഇനി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അതിന്റെ പാസ്കോഡൊക്കെ അടിച്ചു നോക്കുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ റോങ് ആയിരുന്നു. ശരിക്കും മിൻഹ്വാനും ജീവനും എന്നാണോ ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ദിവസത്തെ നമ്പറൊക്കെ ആയിരുന്നു പാസ്കോഡായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ റോങ് ആയി ഇരിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിൻഹ്വാനും അവളെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ജീവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ജീവന് എന്നെ ഇഷ്ടമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവൾ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്തായാലും ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞ് സുമിൻ നിൽക്കുമ്പോഴത്തേക്കും അവളെ തനിച്ചാക്കാതെ മിൻഹ്വാനും അവളെയും കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് പോകും. ഞാനും മിൻഹ്വാനും ഓഫീസിലെ കപ്പിൾസ് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ നിനക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കുവാനായിട്ടുണ്ടാകും. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുവാൻ താല്പര്യമില്ല എന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും നിനക്ക് തുറന്നു പറയുവാനായിട്ട് ആഗ്രഹമില്ല എങ്കിൽ ഞാനും അതിന്റെ തടസ്സം നിൽക്കുകയില്ല. നീ നല്ല തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാകുമെന്ന് കൂടി ചിഹുക്ക് പറയുന്നു. ഇത്രയും നാളും എനിക്ക് എന്താണ് വേണ്ടതെന്ന് പോലും അറിയുകയില്ലായിരുന്നു.
ഇപ്പോഴാകട്ടെ ഞാനൊരു മീൽ കിറ്റിന്റെ പ്രൊജക്റ്റ് ഒക്കെ തനിയെ നടത്തുകയാണെന്ന് കൂടി അവൾ പറയുന്നുണ്ട്. അവൾക്കും ഇന്റീരിയർ ഡിസൈനിങ്ങും മാർഷൽ ആർട്സും ഒക്കെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് അവൾ പറയുമ്പോഴത്തേക്കും, മാർഷൽ ആർട്സ് ആണെങ്കിൽ എനിക്കറിയാം, ഞാൻ ജുഡോയും ടൈക്കോണ്ടോയും ഒക്കെ തന്നെ പഠിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അവൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു. പിന്നീട് അവനും കണ്ണാടിക്ക് ഒരു കഴിയുമ്പോഴത്തേക്കും നിനക്ക് കോണ്ടാക്ട് ലെൻസ് ഒക്കെ യൂസ് ചെയ്തൂടെ എന്ന് അവൾ അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. ജീവന്റെ ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ വളരെയധികം വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അവൾ എൻ്റെ അടുത്ത് നിന്നും അകന്നു പോകുകയാണെന്ന് എനിക്ക് തോന്നുകയാണ്. എന്താണ് ഞാൻ ഇനി ചെയ്യുക എന്നൊക്കെ സുമിൻ ചോദിക്കുമ്പോഴത്തേക്കും മിൻഹ്വാനും അവൾ അങ്ങനെയുള്ള ഒരാളല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ജീവനും തൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ആണല്ലോ പെരുമാറുന്നതെന്ന് ഒരു നിമിഷത്തേക്കാണെങ്കിലും അവൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ജിഹുക്കുമായിട്ട് അവൾക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ എന്ന് പോലും മിൻഹ്വാൻ സംശയിക്കുകയാണ്. അവൾ വർക്ക് കാരണം തിരക്കിലായതായിരിക്കും. എന്തായാലും നമ്മളായിട്ട് അങ്ങനെ ഒന്നും ചിന്തിക്കുവാനായിട്ട് പാടില്ല. ജീവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് മിൻഹ്വാനും സുമിനെ സമാധാനിപ്പിക്കുന്നു. മിൻഹ്വാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൾക്ക് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിൻഹ്വാൻ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് തനിക്ക് ആലോചിക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സോമിന് മിൻഹ്വാനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. പിന്നീട് അവർ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ രണ്ടുപേരുടെയും ചോപ്സ്റ്റിക്സ് ഒരേ ഫുഡിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതും. വിവാഹത്തിന് മുമ്പായിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ ചെന്ന് കാണുവാനായിട്ടുണ്ട്. വിവാഹം എന്നത് അത്രയ്ക്ക് നിർബന്ധമുള്ള ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ചിഹുക്ക് സംസാരിക്കുമ്പോഴത്തേക്കും, അതെന്താ നീ വിവാഹമൊന്നും കഴിക്കുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ജീവനും അവളുടെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ അവനും ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റെന്തൊക്കെയോ പറയുവാനായിട്ട് പാടുപെടുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്കും ചിരി തോന്നുന്നു. അവന്റെ ചിരിയൊക്കെ കാണുവാൻ നല്ല ഭംഗിയാണെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവൻ വീണ്ടും അവളെ നോക്കി ചിരിക്കുന്നു. ഹയോണും ഇപ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള രീതിയിൽ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് ജീവന് നൽകി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കും അത് കണ്ട് ഒരുപാട് സന്തോഷം തോന്നിക്കുകയാണ്. പക്ഷേ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെ ഹയോൺ പറഞ്ഞതിനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും അത് നല്ലൊരു ഐഡിയ ആണെന്നുള്ള കാര്യം ജീവനും തോന്നുന്നു. റീയൂണിയൻ നടക്കുന്ന സ്ഥലത്ത് നിന്നും നീ എന്തിനാണ് പിണങ്ങിപ്പോയത്, എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒന്നും മനസ്സിലാകാത്ത രീതിയിലൊക്കെ സോമൻ കുറേ അധികം മെസ്സേജസ് ഒക്കെ ജീവൻ അയച്ചിരിക്കുകയാണ്. നമുക്ക് നാളെ സംസാരിക്കാമെന്നൊരു റിപ്ലൈ മാത്രമായിരുന്നു അവൾ കൊടുത്തതും. അങ്ങനെ ഇരിക്കെ മിൻഹ്വാൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും ജീവനും ഫോണൊക്കെ എടുക്കുന്നു. പക്ഷേ ആ ഒരു കോളിലും ഉണ്ടായിരുന്നത് സൂമിനായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചാണ് ഉള്ളതെന്ന കാര്യം ജീവൻ മനസ്സിലാക്കുകയാണ്. ഒൻഹോ ഇപ്പോൾ ജീവനെ കോൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും, നമ്മൾ ഇതുവരെയായിട്ടും ഇങ്ങനെ കോളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഒൻഹോ പറയുമ്പോൾ, അതിന് നീ ആയിരുന്നില്ല എന്നോട് സംസാരിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാനും നിന്നെ കോണ്ടാക്ട് ചെയ്യാതിരുന്നതെന്നൊക്കെ ജീവനും പറയുന്നു. ഇനി ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴത്തേക്കും ജീവനും സോമിനും ഒന്നിച്ചു നടന്ന് വരുമ്പോഴത്തേക്കും വഴിയിൽ വെച്ച് അവര് ഉൺഹോനെ കാണുകയാണ്. പക്ഷെ അപ്പോൾ ഉൺഹോയും, നീ ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, എന്തായാലും ഇനി ഒരിക്കലും ഞാൻ നിന്നോട് മിണ്ടുകയില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവളുടെ അടുത്ത് നിന്നും പോകുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ ജീവനും സുമിനോട് അവൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ പെരുമാറിയതെന്നായിരുന്നു സുമിന്റെ റിപ്ലൈ. അതൊക്കെ കേൾക്കുമ്പോൾ അവളും ഒരുപാട് വിഷമിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ജീവൻ ചിരിക്കുമ്പോഴത്തേക്കും, നീ ആയിരുന്നില്ലേ എന്നെ റിജക്ട് ചെയ്തതെന്നൊക്കെ അവനും ചോദിക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ എടുത്തിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരു കത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടതിന് ശേഷം നീ എന്നെ റിജക്ട് ചെയ്ത് മറ്റൊരു കത്തൊക്കെ തിരിച്ചെഴുതി തന്നു. അതുകൊണ്ടായിരുന്നു ഞാനും നിന്റെ അടുത്ത് അത്രയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നൊക്കെ ഉൺഹ പറയുമ്പോഴത്തേക്കും, എന്താണ് അവൻ പറഞ്ഞു വരുന്നതെന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത തവണ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നീ ആ കത്തൊക്കെ കൊണ്ടുവരണമെന്ന് അവളും അവന്റെ അടുത്ത് ആവശ്യപ്പെടുന്നു. എല്ലാ തവണയും ഓഫീസിലേക്ക് നേരത്തെ വരുന്ന അവളും ഇപ്പോൾ വളരെയധികം വൈകിയൊക്കെ വരുമ്പോഴത്തേക്കും അവളെ കാണുന്ന എല്ലാവരും അത്ഭുതത്തോടു കൂടി തന്നെ അവളെ നോക്കുകയാണ്. മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന അവളെ കാണുവാൻ ഒരു സെലിബ്രിറ്റിയെ പോലെ ഉണ്ടെന്ന് പല ആളുകളും പറയുന്നു. മിൻഹ്വാനും ജീവനെ കാണുമ്പോഴത്തേക്കും ഓടി അവളുടെ അടുത്തേക്കൊക്കെ വരുന്നു. ഇനി ജീഹുക്കും അവളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ശ്രദ്ധ തെറ്റിയിട്ടുണ്ടായിരുന്ന അവനും അവിടെ ഉണ്ടായിരുന്ന കുറെ സാധനങ്ങളൊക്കെ താഴേക്ക് ഇടുന്നുണ്ട്. മാത്രമല്ല, താൻ നോർമൽ ആണെന്നൊക്കെ കാണിച്ച് പിന്നെ മുന്നോട്ട് പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും മറ്റൊരാളെയും കൂടി ജിഹുക്ക് ഇടിച്ചിടുന്നു. സോമിനും ഇതൊന്നും കാര്യമാക്കേണ്ട, ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞ് താഴെ കിടന്ന സാധനങ്ങളൊക്കെ എടുക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ജിഹുക്കും അവൾക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ മുന്നോട്ട് പോകുകയാണ്. ഇതുപോലത്തെ ഡ്രസ്സൊന്നും നീ ഓഫീസിൽ ഇട്ടോണ്ട് വരുവാൻ പാടില്ല എന്നായിരുന്നു ജിഹുക്കും ജീവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ലല്ലേ, എന്നാൽ എനിക്ക് അതുകൊണ്ട് തോന്നിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചിഹുക്ക് ഒഴിവാകുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും, ഇന്നലെ നമ്മൾ കണ്ടതല്ലേ, അപ്പോഴും ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ജീവനും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ
ഇന്നലെ വീക്കെൻഡ് അല്ലായിരുന്നോ? അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും മനസ്സിലായില്ല. ഇന്നലെ വർക്കിംഗ് ഡേ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ മനസ്സിലായതെന്നൊക്കെ പറഞ്ഞ് ജീഹുക്ക് ഒഴിഞ്ഞു മാറുന്നു. ജീഹുക്കും ഇപ്പോൾ കണ്ണാടി വെക്കാത്ത ലെൻസൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണുവാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ജീവണും പറയുന്നു. അങ്ങനെയിരിക്കെ നിന്നെ കണ്ടാൽ ഇപ്പോൾ മറ്റൊരാളായിട്ടൊക്കെയാണ് തോന്നുക എന്ന് സുമിൻ പറയുമ്പോഴത്തേക്കും വീണ്ടും സുമിന് ഒരു വിലയും കൊടുക്കാതെയൊക്കെ ആയിരുന്നു ജീഹുക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. നീയും കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട്, അവനും കോൺടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു ഇതൊക്കെ മേടിക്കുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മിൻഹോൽ അതിനിടയ്ക്ക് കയറി സംസാരിക്കുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ജീവണും അവനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിടുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.